തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ജോലി, അതിനുശേഷം കിട്ടുന്ന ഒരേ ഒരു ഞായറാഴ്ച. ആ ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ മൗറീഷ്യസിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നോക്കിയാലോ. എന്തിനും ഏതിനും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന 25 രൂപയുടെ ടാക്സി, അവിടെ നിന്ന് നേരെ പോർട്ട് ലൂയിസ്. അവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ പോകുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. പോർട്ട് ലൂയിസിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബീച്ച് സൈഡിലേക്കാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ബസ്സും പിടിച്ച് നമ്മൾ നേരെ ബീച്ച് ലക്ഷ്യമാക്കി യാത്ര ചെയ്തു കേട്ടോ. മൗറീഷ്യസിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മുഴുവൻ പച്ചപ്പാണ്. അതായത് കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് മൗറീഷ്യസ്. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു വലിപ്പം കാണും മൗറീഷ്യസിന് ആകെ. അപ്പോൾ കിട്ടിയ തക്കത്തിന് നമ്മളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് അങ്ങ് ചാടി. കൂടെയുള്ള ഒരുത്തനെ ഞങ്ങൾ മണ്ണിലിട്ട് അങ്ങ് മൂടി. നമ്മുടെ ഈ കന്നന്തിരിവുകളൊക്കെ അവിടെയുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും മൈൻഡാക്കിയതേ ഇല്ല. അടിപൊളിയാണ്, സൂപ്പർ ഫീലിംഗ് ആണ്. അതെ, മച്ചാൻ ഏതായാലും സൂപ്പർ ഫീലിംഗ് ആയാലോ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കടലിൽ അങ്ങോട്ട് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ബീച്ചിലിറങ്ങി അങ്ങ് അർമാദിച്ചു. എനിക്ക് പിന്നെ നന്നായിട്ട് നീന്താൻ അറിയാവുന്നത് കൊണ്ട് മാറിയിരുന്ന് ഇവന്മാര് നീന്തുന്നത് കണ്ടിരുന്നു. നീന്തലിനൊക്കെ ശേഷം നമ്മൾ തിരിച്ച് പോർട്ട് ലൂയിസിലേക്ക് തന്നെ വണ്ടി കയറി. മൗറീഷ്യസിലെ വേറൊരു പ്രത്യേകതയാണ് കേട്ടോ, ഇവിടെ അധികം ചായക്കടകൾ കാണാനില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെയുള്ള മജോറിറ്റി ആളുകളും കൺസ്യൂം ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. അതായത് എല്ലാവരും കോളകുടിയന്മാരാണ്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ. അങ്ങനെ വൈകുന്നേരം ആയതോടുകൂടി ബിഷപ്പിന്റെ വിളിയെത്തി. തൊട്ടടുത്തുള്ള റെസ്റ്റോ ബാറിൽ നിന്നും ചിക്കൻ ലസാനയും കുറച്ച് ഡ്രിങ്ക്സും ഞങ്ങൾ ഓർഡർ ചെയ്തു. കൈകൊണ്ട് ചിക്കി പറിച്ച് തിന്നാനാണ് ആഗ്രഹമെങ്കിലും നമ്മൾ ഈ ഫോർക്കിന്റെയും നൈഫിന്റെയും പോളിടെക്നിക്കും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന അതിന്റെ നടുക്കഷ്ണം കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ വിഭവസമൃദ്ധമായ ഒരു ഇറ്റാലിയൻ ഡിഷിന് ശേഷം ഞങ്ങൾ കുറേ നേരം സൊറ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഒരുപക്ഷെ എത്ര വലിയ ജോലി തിരക്കുകളാണെങ്കിലും ഇതുപോലെ കിട്ടുന്ന ഞായറാഴ്ച ദിവസങ്ങളാണല്ലേ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. അതിപ്പോൾ കുടുംബത്തോടൊപ്പമാണെങ്കിൽ ഇരട്ടി മധുരം. അല്ലെങ്കിൽ കുടുംബം പോലെ തന്നെ ഇതുപോലുള്ള ഉറ്റ ചങ്ങായിമാരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ മൗറീഷ്യൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.